أشرقت نفسي بنور من فؤادي حينما رددت. പ്രിയ സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം നബിദിനാഘോഷം എന്ന ഓമന പേരിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. അതിന് പുതിയ തെളിവുമായി വന്നിരിക്കുന്ന ഒരു മുസ്ലിയാരെ നിങ്ങൾക്ക് കാണിക്കാം. പ്രമാണങ്ങളിലൊന്നും ഒരു തെളിവുമില്ല എന്ന് അവർക്കും അറിയാം. ഇത് പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന നമുക്കും അറിയാം, പ്രമാണങ്ങളിലൊന്നും തന്നെ ഇതിനൊരു തെളിവുമില്ല എന്ന്. എന്നാൽ പുതിയൊരു തെളിവുമായി വന്നിരിക്കുകയാണ് നമ്മുടെ മുസ്ലിയാർ. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കുക. വഹാബികളെ അവസാന തടവാണ്. മൗലിദെല്ലാം പറ്റുക ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ചോറെടുക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല. റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക പരിപാടി, അത് പറ്റൂല. എല്ലാ ദിവസവും മുത്തുനബിനെ സ്നേഹിക്കണ്ടേ? അതൊക്കെ ഓല് ചോദിക്കണത്. ഒറ്റ ചോദ്യം, നിങ്ങൾ എന്തിനാ വാർഷിക സമ്മേളനം നടത്തുന്നത്? 8ാം വാർഷികം, 9ാം വാർഷികം, 10ാം വാർഷികം നടത്തണില്ലേ? നിങ്ങളെ കോളേജുകളിലൊക്കെ ആനുവൽ ഡേ നടത്തുന്നില്ലേ? അതൊക്കെ എവിടുന്ന കിട്ടി? ഏത് നബിയാണ്, ഏത് സ്വഹാബത്താണ് ഇതിനൊക്കെ മാതൃക? സഹോദരങ്ങളെ, കേട്ടല്ലോ നിങ്ങള് എന്താ ഇപ്പൊ തെളിവ് പറഞ്ഞത്? മുജാഹിദുകൾ വാർഷിക സമ്മേളനം നടത്തുന്നുണ്ട്, അതേപോലെ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്, ഘോഷയാത്ര നടത്തുന്നുണ്ട്. ഇതുപോലെയാണ് ഓരോ നബിദിനാഘോഷം. മാറിയപ്പോ നബിയും സഹാബത്തൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലായി അല്ലേ? മുജാഹിദുകൾ സമ്മേളനം നടത്തും നടത്താതിരിക്കും, നിങ്ങൾ നബിദിനം നടത്തും നടത്താതിരിക്കുമോ? വാർഷികം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ വാർഷികം നടത്തുകയും മുജാഹിദുകൾ സമ്മേളനം നടത്തുകയും ചെയ്യുന്നത് ദഅവത്താണ്. അവിടെ നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ, ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്ന ആളുകളെ തിരുത്താൻ വേണ്ടി, അവരെ തൗഹീദിന്റെ ശബ്ദം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള വേദി ഒരുക്കുകയാണത്. അതുപോലെയാണോ നബിദിനാഘോഷം? ആണോ? മുമ്പത്തെ തെളിവൊക്കെ പോയോ? എന്തായിരുന്നു അല്ലേ? ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ കാണിക്കാം. അടുത്ത ക്ലിപ്പ് അവൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും. നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇതാക്കും, നിങ്ങളതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഈ വിഷയത്തിൽ വരൂല. നിങ്ങൾക്ക് നബിദിനം വരുമ്പോൾ പ്രത്യേക ആവേശം വരാനല്ലാതെ ഈ പ്രശ്നം വരൂല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പിറവി എടുത്ത ദിവസം, ആ ദിവസത്തിൽ സാധാരണ ദിവസമൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നത്, അതിന്റെ പുറമെ അന്നൊരു പ്രത്യേക സ്നേഹം കൂടുതൽ വരും. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു മുത്തുനബിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉള്ളതിലേറെ ഒന്നും കൂടെ ഒരു ആവേശമൊക്കെ കൂടും. ഞങ്ങൾക്ക് നാളെ ആകെ കൈപിടിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ല സഹോദരങ്ങളെ? ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളുടേതല്ലാന്ന്. ഞമ്മക്ക് നബി ഇല്ല എന്നുള്ളതാണ് ഇതിലെ വെപ്പ് അല്ലേ? ആയിക്കോട്ടെ, എന്നാ ഞങ്ങളുടെ മുത്ത് നേതാവ് പഠിപ്പിച്ചത് എന്താണെന്ന് അറിയോ? മോനിക്ക് അറിയോ? മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത അമല ഒരാൾ പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ കൽപ്പന വേണം ദീനിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, മനസ്സിലായോ? അതിന് കൽപ്പനയില്ലാത്തത് തള്ളണം എന്നാ പറഞ്ഞത്. ഇതാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ആർക്കും തിരിഞ്ഞില്ലേ? ഇവിടെ ഒരു ആയത്ത് കാണിച്ചു, ഖുൽ ബിഫദ്ലില്ലാഹി എന്ന് പറഞ്ഞ തുടങ്ങുന്ന ഒരു ആയത്ത്. ഇത് കേട്ടാൽ തോന്നും ഇത് ജന്മദിനാഘോഷത്തിനുള്ള തെളിവാണോ? ആണോ? ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ലേ? ഇവർക്കാർക്കും ഈ പ്രവാചകനോട് സ്നേഹമില്ല. കേരളത്തിലെ മുടിയുമായി വന്ന് പ്രവാചകന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാന്തപുരം വിഭാഗത്തിനും ഈ സമസ്തക്കും മാത്രമാണോ ഇത് തിരിഞ്ഞത്? ആണോ? സഹോദര, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്ക്. ബർത്ത്ഡേ ആഘോഷം ജൂത പാരമ്പര്യമാണ് എന്ന് പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളുടെ നേതാക്കന്മാരാണ്. കേട്ടു നോക്കൂ. ഏത് കാര്യമാ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ അൻബറിയോ മാലിക്കോ ഓരോ മദ്ഹബിലും ബർത്ത്ഡേ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട്. ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കൽ വലിയ വിവാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട്. അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്തതല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ ആലിമീങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല. ആകെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കാം നമ്മുടെ